ഇത് സർവീസ് റിവാർഡാണ്. ഇതൊരു ഒരു റൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും കൊടുക്കുന്നു. പിന്നെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അതുകൊണ്ടാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കാത്ത ഒരുപാട് സമയം. ഇപ്പം അംഗനവാടിക്കാർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല. അത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഗുജറാത്തിൽ കൊടുക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. അപ്പം പാർലമെന്റിലൊക്കെ വന്ന വിഷയമാണ്. വലിയ രാജ്യത്ത് അംഗനവാടികളുടെ ഗ്രാറ്റുവിറ്റി രാജ്യത്ത് വലിയ ചർച്ചയാണ്. അപ്പോൾ പക്ഷേ എങ്കിലും ഈ ഒരു സംവിധാനമുണ്ട്. പക്ഷേ മറ്റു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അംഗനവാടിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്നുള്ള വാദമൊക്കെ ഉണ്ട്. എന്നാൽ പോലും കൊടുക്കണം, അവർ അർഹരാണ്. കാരണം പ്രൈവറ്റ് ആയാലും സർക്കാരായാലും ദീർഘകാലം 5 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അതാണ് നിയമം. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് അംഗനവാടിക്കാരി കാര്യത്തിൽ നടപ്പിലാവുന്നില്ല. അതുപോലുള്ള സ്കീമിലുള്ളവർ നടപ്പിലാവുന്നില്ല. ഞാൻ അല്ലാത്ത ആളുകളുടെ പറയട്ടെ, റെഗുലർ ആയിട്ടുള്ള സർവീസ് ഉണ്ടായിരിക്കണം പേ സ്കെയിലിൽ. അതാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാം. പക്ഷേ സ്ഥിരമായിട്ടുള്ള സർവീസ് ഉണ്ടായിരിക്കണം 5 വർഷമെങ്കിലും. റിട്ടയർമെന്റ്, ഒന്നുകിൽ റിട്ടയർമെന്റ് സമയമാകണം, അല്ലെങ്കിൽ റെസിഗ്നേഷൻ നടത്തണം. റെസിഗ്നേഷൻ ചെയ്താലും കൊടുക്കും. സൂപ്പർ ആനുവേഷൻ നടന്നു കഴിഞ്ഞാൽ കൊടുക്കും. അതായത് റിട്ടയർമെന്റ് തന്നെയാണ്. പിന്നെ VRS എടുത്തു കഴിഞ്ഞാൽ കൊടുക്കും. ഡിസേബിൾമെന്റ്, അത് 5 വർഷം ആവശ്യമില്ല. ഡിസേബിൾ ആണെങ്കിൽ 5 വർഷം ആവശ്യമില്ല. മരണമാണെങ്കിലും 5 വർഷം ആവശ്യമില്ല. കേരള സർവീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഇത് കിട്ടുക. NPSകാർക്കും കിട്ടും, ഓൾഡ് പെൻഷൻകാർക്കും കിട്ടും. മാക്സിമം ലിമിറ്റ് 20 ലക്ഷം രൂപ ഒന്ന് പറയുന്നുണ്ട്. നോംസ് ജനറലി ഫോളോ. സാധാരണയായിട്ട് 20 ലക്ഷം രൂപ പറയും. സെൻട്രൽ ഗവൺമെന്റിലും ആ ഒരു 20 ലക്ഷമാണ് പറയുന്നത്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ 10 ലക്ഷമാണ് പറയുന്നിരിക്കുന്നത്. മാക്സിമം ഗ്രാറ്റുവിറ്റി 20 ലക്ഷത്തിലേക്ക് പോകുന്ന കഥ പറയും. ഇത് കണക്കാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഒരു വളരെ വ്യക്തമായ കാര്യം. ബേസിക് പേ പ്ലസ് സർവീസ് ഇയേഴ്സ് ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26 എന്നൊരു ഫോർമുല വച്ചിട്ടുണ്ട്.